കോഴി അബ്ദുള്ളയുടെ കോഴിക്കറാമത്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ വിചാരിക്കും കോമാട്ടുചാലിൽ അബ്ദുള്ള എന്നാണല്ലോ ഇതുവരെ പറഞ്ഞിരുന്നത്, പിന്നെന്താണ് കോഴി അബ്ദുള്ള എന്ന് പറയുന്നത്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി എന്നൊരു കറാമത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. എന്നാൽ അതിനുശേഷം മറ്റൊരു കറാമത്ത് ഉണ്ടായിട്ടുണ്ട്. ആ കറാമത്തിന്റെ തുടർച്ചയാണ് ദുബൈയിലുള്ള ഗ്ലോബൽ വില്ലേജിൽ വെച്ച് കാണാൻ സാധിച്ചിട്ടുള്ളത്. കോമാട്ടുചാലിൽ അബ്ദുള്ള ചെറുപ്പകാലത്ത് തന്റെ മുന്നിലൂടെ പോകുന്ന തരുണീമണികളെയൊക്കെ പൂച്ചക്കുട്ടികളാക്കാൻ പറ്റിയതുണ്ടോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമത്രേ. നോക്കി നിൽക്കുക മാത്രമല്ല, തന്റെ സഹപാഠികളോട് ആ കണ്ട പൂച്ചക്കുട്ടികളുടെ സവിശേഷതകളും വർണ്ണനകളും അയവിറക്കുമത്രേ. ഇതൊന്നും കേട്ട് സഹിക്കവയ്യാതെയായപ്പോൾ സഹപാഠികൾ അബ്ദുള്ളക്കിട്ടൊരു പേരാണ് കോഴി അബ്ദുള്ള എന്ന്. ഇനി കോമാട്ടുചാലിൽ അബ്ദുള്ള അശ്ശൈഖ് കോഴി അബ്ദുള്ള എന്ന പേരിലാണ് അറിയപ്പെടുക. ഇത് നിഷേധിക്കാൻ ഒരു കുരുവട്ടൂരി നൗഷാദ് ഒസാനിക്കും കഴിയില്ല, ചെറിയൂരി കുഞ്ഞമ്മേനും കഴിയില്ല, ആനവാരി സ്വമതിനും കഴിയില്ല. നിഷേധിച്ചാൽ നമ്മൾ തെളിവുമായിട്ട് ഓടി വരും. നിങ്ങൾ ആരും ഭസ്മിക്കണ്ട, ഇതൊന്നും ഞങ്ങൾ പറയണ്ട എന്ന് വെച്ചതാണ്. പക്ഷേ പണ്ഡിതന്മാരെ വ്യക്തിപരമായി നിരന്തരം തേജോവധം ചെയ്യുമ്പോ ഇതൊന്നും തുറന്നു പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റാത്ത സ്ഥിതി വന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. ഏതായാലും കോമാട്ടുചാലിൽ അബ്ദുള്ള എങ്ങനെയാണ് ഷെയ്ഖായത് എന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ. അതിന്റെ പിന്തുടർച്ചയാണ് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ കണ്ടിട്ടുള്ളത്. ലോകം നിയന്ത്രിക്കുന്ന ഗ്ലോബൽ ഷെയ്ഖാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള. ആ കോഴി അബ്ദുള്ളയെ ന്യായീകരിക്കാൻ വേണ്ടി ചില ശബ്ദ മലിനീകരണ തൊഴിലാളികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ഗ്ലോബൽ ഷെയ്ഖിന്റെ തനിനിറം ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഷെയ്ഖിനെതിരെ സമസ്ത തീരുമാനമെടുക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞുപോയ വലിയ ഔലിയാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഏതാണ്ടെല്ലാ കറാമത്തുകളും തന്നിൽ നിന്ന് സംഭവിച്ചതായി കോഴി അബ്ദുള്ള സ്വയം അവകാശപ്പെട്ടിരുന്നു. ബുദ്ധിപരമായി അസംഭവ്യമായ നിരവധി കാര്യങ്ങൾ വേറെയും പറഞ്ഞിരുന്നു. എന്നാൽ മകന് പിശാച് ബാധയാണെന്ന് മനസ്സിലാക്കിയ പിതാവ് ബാധ ഒഴിപ്പിക്കാനായി പോയത് അതിനേക്കാൾ വലിയ കള്ളനായ ആലന്തര ഷെയ്ഖിന്റെ അടുത്തായിരുന്നു. അതും ഒരു അബ്ദുള്ളയാണ്. ഈ കോഴി അബ്ദുള്ള ആ അബ്ദുള്ളന്റെ അടുത്ത് പോയതായിട്ട് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭൗതികതയിൽ യാതൊരു താല്പര്യവുമില്ലാത്ത ആളാണ് കോഴി അബ്ദുള്ള എന്നായിരുന്നു മുരീദുമാർ പറഞ്ഞു വരുത്തിയിരുന്നത്. കാട്ടിൽ നിന്ന് വന്ന ശേഷം ഒരിക്കൽ അയാൾ സദസ്സിനോട് കൗതുകപൂർവം ചോദിച്ചു അത്രേ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നത്? എനിക്കിങ്ങനെ ജീവിക്കാനൊന്നും കഴിയില്ല, ഞാൻ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ഇതേ മനുഷ്യനാണ് അർദ്ധനഗ്നങ്ങളായ വിദേശികൾ എന്റർടൈമിന് വരുന്ന ഗ്ലോബൽ വില്ലേജിൽ സ്വന്തം ഭാര്യയെ പൂർണ്ണമായി ഔറത്ത് പോലും മറക്കാതെ വേഷപ്രജന്നനായി ചുറ്റിക്കറങ്ങുന്നത്. ഷെയ്ഖിനെ ന്യായീകരിക്കുന്ന ശബ്ദ മലിനീകരണ തൊഴിലാളികളായ മുരീദന്മാരുടെ കാര്യമാണ് കഷ്ടം. ഇത് ശരിക്കും CM വലിയുല്ലാഹിയുടെ കുരുത്തക്കേടാണ്. കാരണം ആ മഹാൻ കുറച്ചൊന്നുമല്ല ഈ വിവരദോഷികൾ കാരണം പരിഹസിക്കപ്പെട്ടത്. പക്ഷേ അയാളുടെ കുഞ്ഞാടുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. കാരണം കഴുതകളാകാൻ വേണ്ടിയാണല്ലോ വലിയ മുരീദ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കോഴി അബ്ദുള്ളയുടെ ശവ്വാൽ കറാമത്തും അതോടനുബന്ധിച്ച് മുരീദന്മാരുടെ നാണം കെട്ട വർത്തമാനങ്ങളും നമുക്കൊന്ന് കേൾക്കാം. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. ചിരിച്ച് ആരെങ്കിലും ഒരു വഴിക്കായാൽ എന്നെ കുറ്റം പറയരുത്. പ്രത്യേകിച്ച് കോഴി അബ്ദുള്ളക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിന്ദിക്കാൻ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട കുറച്ച് സംഘമുണ്ട്, ഉപജാഗപ സംഘം. എന്താ അയന്നെ അതിനൊക്കെ നശിപ്പിച്ച് പൂർത്തിയാക്കി ഇവിടെ തീർക്കേണ്ടി തന്നെ ഉണ്ട്. അതിനുള്ള പ്രത്യേക ഇറക്കം തന്നെ ഈ ഷവ്വാലിന്. അത് ചെറിയ ഇറക്കല്ല, അതേലെ നിങ്ങൾ കണ്ടിട്ട് ഷവ്വാലല്ല, അടുത്തിനി വരുന്ന ഷവ്വാൽ അത് 1.5 ഇറക്കമുള്ള ഷവ്വാലാ. ഓരോരുത്തനെയും തെരഞ്ഞു പിടിച്ച് കണക്കിന് കൊടുക്കണ ഷവ്വാലാ വരണേ.
ഒരാളെയും വിടൂല. ഹസനി ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് എപ്പോഴാ വേണ്ടിയെന്ന് വെച്ചാൽ അതിന്റെ സമയത്ത് കൈകാര്യം ചെയ്യാൻ. പരിശുദ്ധമായ ശവ്വാലിൽ പുറത്തേക്ക് വരാനുള്ളതിന്റെ ചില സൂചനകൾ ഇന്ന് ഹസനി ഉസ്താദ് ഇവിടെ പ്രദർശിപ്പിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു വലിയ വീഡിയോ ഉണ്ട് എന്ന്, ഫോട്ടോ ഉണ്ട് എന്ന്. ഒരു സംശയവും വേണ്ട, അത് റെഡിയാണ്. അത് റെഡിയാണെന്ന് മാത്രമല്ല, ആ വീഡിയോ ഞങ്ങളെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ടല്ലോ ഇനി വീഡിയോ ഉണ്ട് എന്ന്. വിട്, ഓരോ ഭാഗവും വിട്. ഇതൊന്നും ഞാനൊന്ന് പെട്ടെന്ന് കാണിക്കാം. ഓരോ രംഗങ്ങൾ വെച്ചു കൊടുക്കും. കണ്ടു നോക്കൂ, ഇദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയും ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എന്തിനാ പോയത് ഒന്ന് പറയട്ടെ. ായ ശൈഖുന ദുബൈയിൽ ഒരു വസ്തു വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോയ ഒരു സംഭവം വരുന്നത്. അപ്പോഴേക്ക് ഇവര് ചാടിയിറങ്ങി. നിങ്ങളുടെ ഷെയ്ഖ് അങ്ങാടിയിൽ എന്താ ഓൽക്ക് അങ്ങാടി പോകാൻ പറ്റൂലേ? എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രൊഡക്റ്റുകൾ കിട്ടുന്ന ഒരു വിശാലമായ സ്ഥലം. അവിടെ പോയ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ സ്റ്റാളുകൾ ഉണ്ടാവും. ആ രാജ്യത്ത് നിർമ്മിക്കുന്ന ഒറിജിനൽ സാധനങ്ങൾ കിട്ടുന്ന സൂക്കാണത്. സ്വാഭാവികമായിട്ടും ഓരോ രാജ്യത്തെ കച്ചവടക്കാർ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലുള്ള കളികളൊക്കെ അതുണ്ടാക്കുന്നുണ്ടാവും. അത് അവരെ കച്ചവടത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി. നമുക്കൊരു സാധനം പോയി വാങ്ങാണ്ട് നമ്മളത് പോയി വാങ്ങിയല്ലേ ചെയ്യാം. നമ്മളെ വലിയ മൂപ്പര് പറഞ്ഞ് റെഡിയാക്കി കൊടുത്തിക്ക. പോയത് ഇന്ന വിഷയത്തിനാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഇന്ന വിഷയത്തിനാന്ന് പറഞ്ഞാൽ മതി എന്ന് മൂപ്പര ഔദ്യോഗികമായി ഏൽപ്പിച്ചതാ. ഇതാ പറഞ്ഞത്, നേതൃത്വം തന്നെ ഇങ്ങനെ തരം താഴ്ന്നാൽ പിന്നെ അണികളുടെ കഥ പറയാനുണ്ടോ? കച്ചവടത്തിന് പോയതാണത്. എവിടെ ചെന്നാലും കച്ചവടമാണ് മുറാദ്. കച്ചവടമായിട്ട് നിങ്ങൾ ഇറങ്ങി, നിങ്ങളും വിടി വീഡിയോ, ഞങ്ങളും വിടാം. കച്ചവടത്തിന് പോയതാണ് അല്ലേ? ഞാൻ ചോദിക്കുന്നു, ഈ പറഞ്ഞ വലിയ വിടല് വിട്ട, വലിയ തള്ളു തള്ളിയ, തള്ളാൻ വേണ്ടി നേതാവ് തന്നെ പ്രത്യേകമായി ഏൽപ്പിച്ച് ആശീർവദിച്ച് ഹസനി ഉസ്താദ് എന്തോ നുണ പറയാ. ആർക്കാണ് നിങ്ങൾ ഈ ബൊമ്മ ഉണ്ടാക്കുന്നത്? എന്താ നിങ്ങൾ മനസ്സിലാക്കി? നുണ പറയേ. ആ ബാലു പോലും അന്തപ്പെട്ടു പോകുന്നത് ബാലുശ്ശേരിയാണല്ലോ വലിയ പടായി വിടുന്നാണ്. ഇത് കേട്ട ബാലു എന്താ, ബാലുവിന്റെ പ്രതികരണം എന്താവും മോനെ? ഒന്ന് വെച്ചു കൊടുക്ക്. ഇത് കേട്ടപ്പോ ബാലു ഇപ്പൊ എന്താ? മതി. ഞാൻ ചോദിക്കുന്നു, ആണായി പിറന്നവനാണെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ വീഡിയോ പറഞ്ഞല്ലോ, നിങ്ങളെത്ത് വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തുന്നതിന്റെ 1 മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്നില്ല, 1/2 മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്നില്ല, 1/4 മിനിറ്റ് 30 സെക്കൻഡെങ്കിലും സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട പരാമർശം വീഡിയോ ഹാജരാക്കി ആളാണെങ്കിൽ തയ്യാറാകണം. അന്ന് നിങ്ങൾക്ക് ഞാൻ എന്റെ കയ്യിന്റെ അടിയിൽ നിന്ന് രോമം പറിച്ചു തരും. നിങ്ങളിൽ കഥല്ല, ഏതടുപ്പിന്ന് അങ്ങ് അയച്ച് നീച്ചു വരുന്നത്. ചെറിയ ഡോസുള്ള സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കല്ലേ, ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യണ്ട. അതിന്റെ വലിയ വലിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, ഇറങ്ങാനുണ്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.